ഹായ് കൂട്ടുകാരെ, നമസ്കാരം. അപ്പോൾ ഇന്നേ നല്ലൊരു പന്നിയിറച്ചി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊന്ന് സെറ്റാക്കി നോക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനാവശ്യമായ കല്ലുപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, പോർക്ക് മസാല, കറിവേപ്പില, അല്പം വെളിച്ചെണ്ണ, മല്ലിപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് തിരുമ്മി ജോയിൻ്റാക്കി എടുക്കണം ഈ സാധനം. ഓക്കെ, അതിലാണ് ഇതിൻ്റെ മൊത്തം കളിയിരിക്കുന്നത്. സംഭവം നന്നായി തന്നെ ഒന്ന് തിരുമ്മി റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഈ സാധനം ഇത് കുറച്ച് ക്വാണ്ടിറ്റി 2.5 കിലോ പന്നിയുണ്ട്. അപ്പോൾ നമ്മൾ അതെന്ത് ചെയ്യുന്നു, 2 കുക്കറിലായിട്ട് ആണ് വേവിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റായതിനു ശേഷം ഒരു 2-3 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം കുക്കറിലേക്ക് മാറ്റി കുക്ക് ചെയ്തെടുക്കും. സെയിം ടൈം നമുക്ക് എന്ത് ചെയ്യാം, മറ്റുള്ള പ്രിപ്പറേഷനൊക്കെ റെഡിയാക്കാം. അപ്പോൾ ആദ്യം ഒരു അലുമിനിയം ഉരുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അല്പം ഉലുവ. ഓക്കെ, അതിനുശേഷം ചേർക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻസ് ആണ് കാണിച്ചത്. നമ്മളിത് എടുത്തേക്കുന്നത് സവോളയോ അല്ല, ചെറിയ ഉള്ളിയല്ല. ഇപ്പം പുതിയതായിട്ട് പുറത്തുനിന്ന് വരുന്ന ടൈപ്പ് ഉള്ളിയാണിത്. ഹൊസനൂർ ഉള്ളി അങ്ങനെ എന്താണ് പറയുന്നത്. ഓക്കെ, നല്ല എരിവുള്ള ഉള്ളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ് ഈ സാധനം. അപ്പോൾ ഈ ഉള്ളി നന്നായി ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ കുക്കറിൽ സാധനം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ സാധനം നന്നായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ആയ ഇഞ്ചി, വെളുത്തുള്ളി മിക്സ് ചെയ്ത് വെച്ച സാധനം ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ അതൊന്ന് നന്നായി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പം മസാലകൾ എന്ന് പറയാൻ പ്രത്യേകിച്ച് വേറൊന്നുമില്ല. ഈ മുന്നേ നമ്മൾ ഇറച്ചിയിൽ ചേർത്ത മസാലകൾ തന്നെയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതൊന്ന് നന്നായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് അല്പനേരം കൂടി ഒന്ന് അടച്ചു വെക്കാം. സംഭവമൊക്കെ സെറ്റായി. ഓക്കെ, എനിക്ക് പേടിയുണ്ടായിരുന്നു, കാരണം അലുമിനിയത്തിൻ്റെ പാത്രം കാരണം അടിക്ക് പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ അടിക്കട്ടികളുണ്ട്, കുഴപ്പമില്ല. അപ്പം വീണ്ടും നമ്മൾ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു, മുളക് പൊടി ചേർത്ത് കൊടുത്തു, അതുപോലെ നമ്മളെ പോർക്ക് മസാല. ഇത് നല്ല അടിപൊളി മസാലയാണ് ഈ സാധനം. അതിനുശേഷം അല്പം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്ത് കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കല്ലുപ്പാണ് ഇവിടെ വന്നതിന് ശേഷമാണ് ഈ കല്ലുപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. നമുക്ക് അവിടെ കിട്ടാറുണ്ടോയെന്ന് അറിയില്ല, സാധനം എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. അപ്പം അതിലേക്ക് അല്പം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കിയിട്ട് കേട്ടോ. അപ്പോൾ ആ പൊടീൻ്റെ ഒരു കുത്തലൊക്കെ മാറി കിട്ടുന്നവരെ നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിനുശേഷം തക്കാളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പം സംഭവമൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് മാറ്റി വെച്ചാൽ നമ്മളെ പോർക്കൂട്ടിനടുത്തേക്ക് തട്ടണം. ഓക്കെ, അപ്പോൾ 2 കുക്കറിലായിട്ട് വേവിച്ചാറ് നല്ല വെന്ത് നല്ല സൂപ്പറായിട്ടുണ്ട്. ഒരു 4 വിസിൽ അടുപ്പിച്ചുള്ളൂ കേട്ടോ. ഇനി ഈ സാധനം നന്നായി ഒന്ന് മിക്സ് ചെയ്തൊന്ന് റെഡിയാക്കി എടുക്കണം. നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ ഈ സാധനം അങ്ങനെ അവിടെ വെക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഈ മസാലയൊക്കെ നന്നായി ഇറച്ചിയിലേക്ക് പിടിച്ച് സെറ്റാവും. ഓക്കെ, അപ്പോൾ ഏകദേശം ഇതാണ് സംഭവം. നമുക്ക് നടച്ചു വെക്കാം. ഗൈസ്, സംഭവം ഒരു രക്ഷയില്ല, നല്ല അടിപൊളി കിട്ടിലോസ്ക്ക് മണം വരുന്നുണ്ട് കേട്ടോ. നമുക്കിനി നേരെ ഫൈനൽ സ്റ്റേജിലേക്ക് പോവാം. അപ്പം ഞാൻ ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഒന്ന് ജസ്റ്റ് മൂപ്പിച്ചെടുത്തു, കൂടെ അല്പം കറിവേപ്പിലയും. ഓക്കെ, ഇനി ഈ സാധനം നമ്മൾ ഇറച്ചി സെറ്റായിലേക്ക് തട്ടിക്കൊടുത്താൽ സംഭവം ഫിനിഷായി. കണ്ടോ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റേജാണ്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സംഭവം ഗൈസ് ഒരു രക്ഷയില്ല, പൊളിയായിട്ടുണ്ട്. എന്തായാലും ഈ സാധനം ഞാൻ ഇവിടെ വന്നാൽ മാത്രമേ പരീക്ഷിക്കാറുള്ളൂ. അവിടെ കിട്ടാറുണ്ടെങ്കിലും ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. സംഭവം പൊളിയാണ് കേട്ടോ. അപ്പോൾ ബൈ.